ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ അകത്ത് കൊടുക്കേണ്ട ഇമേജസ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്കിത് എപ്പോഴും നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് പ്രാക്ടീസ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിന് സിമ്പിളായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ A1, B1, C1 ആ ലെവലിലേക്ക് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിൻ്റെ സൈസും കൂടെ അതിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്ററാണ്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് തരുന്ന സമയത്ത് മേ ബി അതിലുള്ള റിക്വയർമെൻറ്റ് പ്രകാരം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമേജിൻ്റെ സൈസ് ഇത്ര ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് ഇമേജസ്, സാമ്പിൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോവുക, നമുക്ക് എന്ത് ചെയ്യുക, ന്യൂ എന്ന് കൊടുക്കുക. ഇത് ഫോട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഫോട്ടോഷോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ഓൺലൈൻ ഫോട്ടോ എഡിറ്ററാണ്. ഇതിൽ നമുക്ക് ഒരു സൈസ് ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യുക. അതല്ല നമ്മുടേതായ രീതിയിലുള്ള കസ്റ്റം ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഉദാഹരണം, ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഷോർട്ടായിട്ട് എന്ത് ചെയ്യുക, ഒരു P1 എന്ന് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ വെടുത്ത് നമുക്കിപ്പോൾ വന്നിട്ടുള്ള റിക്വയർമെൻറ്റ് പ്രകാരം വന്നിട്ടുള്ളത് വെടുത്ത് 400 ഹൈറ്റ് 500 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറേ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആവണോ ട്രാൻസ്പെറൻ്റ് ആവണോ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു നമ്മൾ പറഞ്ഞിട്ടുള്ള 400 × 500 എന്നുള്ള ഡയമെൻഷനിലുള്ളൊരു ഇമേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഇതിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഉദാഹരണം, ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ റെഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടുന്നുണ്ട്, ഒരു 54 ആക്കി. ഓക്കെ, P1 അല്ലെങ്കിൽ പ്രോഡക്റ്റ് 1 എന്ന് കൊടുക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് 1, പ്രോഡക്റ്റ് 2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും ഓരോ പ്രോഡക്റ്റിനും ഓരോ സെനാരിയോ വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് നമ്മളെ ആക്ച്വൽ ആപ്ലിക്കേഷനിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രോഡക്റ്റ് ഇൻആക്റ്റീവ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് 1 നമ്മൾ ഇവിടെ പേര് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് കോപ്പി എടുക്കാൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് അതിനു മുമ്പ് സെലക്ടർ ടൂൾ എടുത്തിട്ടുണ്ട്, മൂവ് ടൂൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. ഈ ടൂൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പ്ലസ് ആൾട്ടും കൂടെ നോക്കി കഴിഞ്ഞാൽ, സോറി, ആദ്യം ആൾട്ട് നിൽക്കുക, എന്നിട്ട് ആൾട്ട് നിൽക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി അവിടെ വരും. നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്താൽ മതി. ഇൻആക്റ്റീവ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ കൺട്രോൾ എൻ്റർ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫങ്ഷനാലിറ്റി പോയി ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കൊടുക്കാം. കൺട്രോൾ എൻ്റർ. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള സംഭവം വരും. മറ്റേ നമ്മൾ കുറേ പ്രോഡക്റ്റിന്റെ ഇമേജും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് ചില കേസസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇത് എന്ത് പ്രോഡക്റ്റ് ആയിരുന്നു, വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇതിപ്പോ ജസ്റ്റ് ഇൻആക്റ്റീവും ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നുള്ള സെനാരിയോ മാത്രമാണ്. ഇതൊന്നാവില്ല, നമുക്ക് റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ ടെസ്റ്റ് ചെയ്യേണ്ട ഒത്തിരി സെനാരിയോസ് ഉണ്ടാവും. ആ സെനാരിയോസ് ഒക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കാർഡുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ആ രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്ക് ടെസ്റ്റിംഗ് ടൈം വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. മറ്റേ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മുടെ അഡ്മിനിലൊക്കെ പോയി പ്രോഡക്റ്റിന്റെ ആ സംഭവം ഈ സംഭവമൊക്കെ നോക്കി
ഇവിടെ തിരിച്ചു വരുന്ന ടൈമൊക്കെ നമുക്ക് ഇതോടെ ലാഭിക്കാൻ പറ്റും. ഇത് പിന്നെ ഒരു പ്രോഡക്റ്റിനല്ല, മൾട്ടിപ്പിൾ പ്രോജക്റ്റിനും ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ ഇതിന്റെ ഡയമെൻഷനും കൂടെ കൊടുക്കുക. അതായത് 400 ഇൻറ്റു 500. അപ്പൊ ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ല വൃത്തിയിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ വെക്കാം. നമുക്ക് മെയിനായിട്ട് ഈ സമയത്ത് നമ്മൾ ഇൻഫോർമേഷൻ ലെവലാണ് ചെക്ക് ചെയ്യുന്നത്. കൂടുതൽ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഈ ഇൻഫോർമേഷൻസ് പ്രോപ്പറായിട്ട് വിസിബിലിറ്റി തരുന്ന രീതിയിൽ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ ഭംഗിയൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇവിടെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു PNG ഇമേജ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഓപ്ഷനൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫയലിൽ പോവുക, എക്സ്പോർട്ട് ആസ് എന്നുണ്ടാവും. ഇവിടെ PNG കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ള ഒരു ഔട്ടാണ് കിട്ടുക. JPG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ PNG ഞാനിപ്പോൾ PNG ആണ് കൊടുക്കുന്നത്. സേവ് ചെയ്തു. ഓക്കെ, നമുക്ക് നമ്മുടെ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇപ്പം ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ആണ് ഇവിടെ ബ്ലാക്കിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഇമേജസ് ഉണ്ടാക്കിയെടുക്കാനും അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യാനും പറ്റും.